ഫ്രണ്ട്സ് ഏവർക്കും ഡിബേറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് പ്രത്യേകതയുള്ള വീഡിയോ ആണ്. അതായത് കേരള വിഷന്റെ ആൻഡ്രോയിഡ് TV, അതായത് കേരള വിഷന്റെ നമ്മൾ സെറ്റ് ബോക്സും അങ്ങനെ മോഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള വിഷന്റെ ആൻഡ്രോയിഡ് TV അൺബോക്സിംഗ് ആണ്. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇതുവരെ ആരും കേരള വിഷന്റെ ആൻഡ്രോയിഡ് TV അൺബോക്സ് ചെയ്തിട്ടില്ല. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം ആൻഡ്രോയിഡ് കേരള വിഷൻ ആൻഡ്രോയിഡ് TV അൺബോക്സിൽ നിന്ന് സെർച്ച് ചെയ്താൽ കാണുന്നത് കേരള വിഷന്റെ ആൻഡ്രോയിഡ് ഒരു ബോക്സ് ആണ്. അതിന്റെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് കേരള വിഷൻ ആൻഡ്രോയിഡ് TV ബോക്സിന്റെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന കുറച്ച് വെറൈറ്റി ആണ്. കേരള വിഷൻ ആൻഡ്രോയിഡ് TV ആണ്. വിലക്കുറവിനാണ് 13,999 രൂപയുടെ ഒരു TV ആണ്. 2K റെസൊല്യൂഷൻ, ഗൂഗിൾ അസിസ്റ്റന്റ്, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ കുറെ ഒരുപാട് കാര്യങ്ങളും കുറെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് കാണണ്ടേ. അത് നമ്മുടെ TV വളരെ വിലക്കുറവാണ്. പിന്നെ നല്ല കുറെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ TV എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചറുകൾ, എങ്ങനെയാണ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടക്കിയിട്ടുണ്ട്. വീഡിയോ ഭയങ്കര ലെങ്തി ആയിരുന്നു. ഞാൻ എഡിറ്റിങ്ങിൽ ടൈം കുറച്ചാണ് വന്നത്. അപ്പോൾ സംസാരത്തിന് സ്പീഡ് കൂടുകയാണെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇടയ്ക്ക് വല്ല നോയ്സ് ഒക്കെ വരാൻ ക്ഷമിക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള നമ്മുടെ യൂട്യൂബിലത്തെ ഏറ്റവും ആദ്യത്തെ കേരള വിഷൻ ആൻഡ്രോയിഡ് TV അൺബോക്സിങ് നമ്മൾ കാണാൻ പോവാണ് ഫ്രണ്ട്സ്. നേരെ TVയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ TV AI പോർട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആൻഡ്രോയിഡ് TV ആണ്. 32 ഇഞ്ചാണ്. ഗൂഗിൾ അസിസ്റ്റന്റ്, നെറ്റ്ഫ്ലിക്സ്, എന്താണ് ആമസോൺ പ്രൈം, യൂട്യൂബ് എന്ന എല്ലാ സംഭവം, യൂട്യൂബിൽ ഡീഫൈറ്റൊക്കെ ചാനൽ വരെ വരും ഫ്രണ്ട്സ്. യൂട്യൂബിൽ പിന്നെ വരില്ല അല്ലേ. അപ്പോൾ ആൻഡ്രോയിഡ് TV ആണ്. ഇതിൻ്റെ വില എന്ന് പറയുകയാണെങ്കിൽ 13,999 രൂപയാണ്. 14,000 രൂപയല്ല, 13,999 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, പിന്നെ എന്താണ് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി. പിന്നെ ഗെയിമൊക്കെ കളിക്കാം കേട്ടോ. ഗെയിം എന്ന് പറയുമ്പോൾ PUBG ഒന്നും കളിക്കാൻ പറ്റില്ല. അതിന് ജോയ്സ്റ്റിക്ക് പോലത്തെ സാധനങ്ങളൊക്കെ വേണം. പിന്നെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഡിസ്റ്റർബൻസ് ഒക്കെ വേണമെങ്കിൽ ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഫാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടിയുടെ കാര്യങ്ങളൊക്കെ വോയിസും കാര്യങ്ങളും പിന്നെ അങ്ങനെ കുറേ ഒച്ചയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഫിൽട്ടറായി പോയിട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ TV. നമ്മൾ സ്റ്റാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മുടെ TV നമ്മൾ അൺബോക്സ് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ TVയുടെ കൂടെ എന്താണ് കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി. അതൊന്നും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് TV ആണ് മുഖ്യം. അപ്പോൾ എന്താണ് നമ്മുടെ TV ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. കണ്ടോ, അത് മുകളിൽ ലൈറ്റ് ഇട്ടുണ്ട്. അതിന് ഗ്ലെയർ ഇങ്ങനെ പേട്ട ലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ TV കേട്ടോ. 32 ഇഞ്ചാണ്. പിന്നെ ഇത് HD അല്ല, ഫുൾ HD അല്ല, 2K ആണ് റെസൊല്യൂഷൻ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ HDയും അല്ല HDയും ഫുൾ HDയും എല്ലാം കഴിഞ്ഞിട്ടുള്ള റെസൊല്യൂഷൻ 2K ആണ് വരുന്നത്. 4K അല്ല, 2K. അതായത് ഫുൾ HDയുടെയും 4Kയുടെ ഒക്കെ നടുക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാൻ 2K റെസൊല്യൂഷനാണ്. പിന്നെ ഇതിൽ എന്താണ് നമ്മുടെ സ്റ്റാൻഡൊക്കെ പിടിപ്പിക്കുക കേട്ടോ. 2 സ്റ്റാൻഡ് നമ്മൾ പിടിപ്പിക്കുകയാണ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഈ TV ഓൺ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഫോണിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫോണിൽ എന്നാണ് നമ്മൾ കാണുന്നത് അതേപോലെ സെയിം സംഭവം നമ്മുടെ TVയിലും കാണാം. ഫോൺ തന്നെ നമുക്ക് TV കാണാം. പിന്നെ ഇതിൽ കുറേ പോർട്ടുകളുണ്ട്. USB കുത്താം, നമ്മുടെ എന്താണ് ഓക്സ് ചെവി കുത്തണം, അത് കുത്താം. പിന്നെ HDMI എല്ലാം പറ്റും. നമ്മൾ നേരത്തെ ഉണ്ടാകട്ടോ നമ്മുടെ പഴയ TV, അത് ഞാൻ മാറ്റി. അപ്പോൾ ഞങ്ങളുടെ മോഡേൺ കേരള വിഷനാണ്. TV ഇപ്പോൾ കേരള വിഷനാണ്. HD എന്താണ് നമ്മുടെ സെറ്റ് ബോക്സ് കേരള വിഷനാണ്. പിന്നെ ഈ നമ്മുടെ റിമോട്ടിനുണ്ട്. സാധാരണ നമ്മുടെ റിമോട്ടിലൊക്കെ ഉണ്ട ബാറ്ററി ഇല്ല, അതാണ് നമ്മൾ ഉണ്ടത്. നമ്മൾ TV ഓൺ ചെയ്യുകയാണ്. TV ഓൺ ചെയ്യുമ്പോൾ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും ചെയ്യാത്തതാണ് ആ മ്യൂസിക്. പിന്നെ ഫസ്റ്റ് ഡേ നമ്മുടെ TV ഓൺ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. കാരണം TV ഓണായി വരാൻ ഏറ്റവും ഫസ്റ്റ് ടൈം കുറച്ച് സമയം എടുക്കും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും, മറ്റേ നാട്, ഭാഷ, അങ്ങനെ കുറേയൊക്കെ ചോദിക്കും. നമ്മളെല്ലാം ഒക്കെ ഒന്ന് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റിമോട്ട് പെയർ ചെയ്യാം. അതായത് ബാക്ക് ബട്ടണും വോളിയം കുറയ്ക്കണ ബട്ടണും കൂടി ഒരുമിച്ച് ഞെക്കുക. നമ്മുടെ റിമോട്ട് പെയറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗൂഗിളാണ്, ഗൂഗിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റിമോട്ട് വരുന്നത്. കണ്ടോ, റിമോട്ടിൽ നേരെ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് എടുക്കാനും യൂട്യൂബ് എടുക്കാനൊക്കെ ബട്ടണുകളുണ്ട്. അപ്പോൾ TV ഫുൾ സെറ്റായി പെവറായി ഫ്രണ്ട്സ്. HDMI, നമ്മുടെ USB, ഓക്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഏതാണ്ട് സാധനം ഉണ്ട് കേട്ടോ.
അങ്ങനെ കുറേ പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 4 GB ആണ് കേട്ടോ ഇന്റേണൽ വരുന്നത്. ശരിക്കും ടി വിക്ക് ഇന്റേണൽ സ്റ്റോറേജിൻ്റെ വലിയ ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും നമുക്ക് കുഞ്ഞു ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി 4 GB ടി വിയിൽ തന്നെ അവൈലബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പെൻഡ്രൈവ് SD കാർഡും കാര്യങ്ങളൊക്കെ ഇടാം. ശരിക്കും 4 GB ഒന്നും ആവശ്യമില്ല, 1 GB ഉണ്ടെങ്കിൽ മതി, അത്രയൊക്കെ ഉള്ളൂ. ആൻഡ്രോയിഡ് TV ആണെങ്കിൽ പോലും ടി വിക്ക് അത്ര സ്റ്റോറേജിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അടിയിലൊരു റെഡ് കളർ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ലൈറ്റിൻ്റെ നേരെ നമ്മൾ റിമോട്ട് വെച്ചിട്ട് ഓൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓൺ ആവും. പിന്നെ റിമോട്ട് എന്ന് പറയുകയാണെങ്കിൽ സാധാരണ റിമോട്ട് പോലെ IR LED അല്ല, റിമോട്ട് കൺട്രോളാണ്. ചെറിയ രീതിയിൽ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റിമോട്ട് എങ്ങോട്ട് വെച്ച് ഞെക്കിയാലും സംഭവം വരും. ഇത് ടി വിയുടെ റിമോട്ടാണ്. എൻ്റെ മോനെ വച്ചപ്പോൾ തന്നെ ലാപ്ടോപ്പ് വന്നു എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ ചാനലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ചാനലിലെ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കോപ്പിറൈറ്റ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഗോപിയായി പോവും. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയും കട്ടെടുത്ത് കാണിക്കാനുള്ള നമ്മുടെ ടി വിയുടെ ചാനലെല്ലാം നല്ല 2K റെസൊല്യൂഷനിൽ സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ കോപ്പറേറ്റ് അടിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ചാനൽ മര്യാദയ്ക്ക് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ പ്ലസ് മൈനസ് ചെയ്തേക്കണത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ നേരെ പോകാൻ ആ ബട്ടൺ അമർത്തുക, പിന്നെ യൂട്യൂബിൽ നേരെ പോകാൻ ആ ബട്ടൺ, ഗൂഗിൾ അസിസ്റ്റൻറ്റ്. പിന്നെ നമ്മുടെ ചാനൽ, അതായത് ഈ റിമോട്ട് സ്മാർട്ട് റിമോട്ടാണ്. സ്മാർട്ട് മോഡിലാക്കുമ്പോൾ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. പിന്നെ നേരെ യൂട്യൂബ് ആയി കഴിഞ്ഞാൽ യൂട്യൂബ് പോകും. സാധാരണ ടി വി ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ സാധാരണ സെറ്റ് ഓഫ് ബോക്സിൻ്റെ റിമോട്ട് ഉപയോഗിച്ച് സാധാ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ എടുത്തപ്പോൾ നമ്മുടെ ഡീഫൈറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് ആവണമെങ്കിൽ നമ്മൾ ഈ റിമോട്ടിൽ ആ ഹോമിൻ്റെ അടയാളം ഞെക്കിയാൽ നേരെ ഹോമിൽ പോവും. അപ്പോൾ നമ്മളിപ്പോൾ ഹോമിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ സാധാരണ പോലെ ചാനൽ അങ്ങോട്ടും മാറ്റുന്ന പോലെ തന്നെ ഇതിൽ അങ്ങോട്ടും ഞെക്കിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ യൂട്യൂബിലുള്ള കുറേ വീഡിയോകളും അങ്ങനെ സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങൾ ഫുൾ നമ്മുടെ ഈ റിമോട്ടിലാണ്. സ്മാർട്ട് റിമോട്ട് എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ ഞെക്കി കഴിഞ്ഞാൽ നേരെ സെറ്റിങ്സും കാര്യങ്ങളും അങ്ങനെ എല്ലാത്തിലേക്കും പോവാം. പിന്നെ സൈഡിൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ റിട്ടേൺ ടു TV വരാം. പിന്നെ ലൈവ് TV എന്നൊരു ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാലും വരാം. പിന്നെ നമ്മൾ ഗൂഗിള്, ക്രോം, യൂട്യൂബ്, ഞാനിപ്പോൾ ഗെയിം കയറ്റിയിട്ടുണ്ട്. ബീച്ച് ബഗ്ഗി എന്നാണ് ആ ഗെയിമിൻ്റെ പേര്. ഒരു കാർ റേസിംഗ് ഗെയിമാണ്. അപ്പോൾ കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഈ നമ്മുടെ ആൻഡ്രോയിഡ് TVക്ക് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. പ്ലേ സ്റ്റോർ അടക്കമുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഫോണിൽ ചെയ്യുന്ന പോലെ എല്ലാ ഗെയിമൊന്നും പറ്റില്ല. TVക്ക് സപ്പോർട്ടാണ്, കുറച്ച് ഗെയിമൊക്കെ പറ്റൂ. പിന്നെ ജോയിസ്റ്റിക്ക് എല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഗെയിമും കാര്യങ്ങളും കളിക്കാം. അപ്പോൾ നമ്മൾ ആ ബാക്ക് ബട്ടനാണ് കേട്ടോ, അത് ബാക്ക് ഞെക്കാം. അപ്പോൾ വളരെ ഈസിയാണ് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളും. സാധാരണ നമ്മുടെ റിമോട്ട് ഉപയോഗിക്കണ പോലെ തന്നെയാണ് നമ്മുടെ ഇത് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഡോബ്ലി മോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഫ്രണ്ട്സ്. കണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മാറ്റാനും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് ഫ്രണ്ട്സ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ്. എന്താണ് നമ്മളാ ഗൂഗിൾ അസിസ്റ്റൻ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് ഹലോ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഗൂഗിളിലെ ബട്ടൺ ഞെക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇനി ഞാൻ ഗൂഗിളിലെ ബട്ടൺ ഞെക്കിയിട്ടൊന്ന് പറയാൻ പോവാണ്, നിങ്ങളെല്ലാവരും കേൾക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ഗൂഗിളിലെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ റിമോട്ടിൽ റെഡ് ലൈറ്റ് തെളിയും. അപ്പോഴാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഓക്കെ ഗൂഗിൾ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു, അപ്പോൾ അത് റിപ്ലൈ തരും, നോക്കുക. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് യൂട്യൂബ് അങ്ങനെയല്ല ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത് ഓപ്പൺ ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ യൂട്യൂബ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ TV നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമ്മുടെ യൂട്യൂബൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെർച്ചും കാര്യങ്ങളൊക്കെ സൈഡിൽ സെർച്ചിൻ്റെ അവിടെ കൊണ്ടുവരുത്തുക. എന്നിട്ട് നമ്മൾ സാധാരണ TVയിൽ ചാനൽ അങ്ങോട്ടും നീക്കൂലേ, അതായത് അങ്ങോട്ടും നീക്കണത് ഇതിൽ മുകളിലേക്കും താഴത്തേക്കും വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ബട്ടൺ സൈഡിലേക്ക് റൈറ്റ് ലെഫ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട അക്ഷരങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സൈഡിലൊരു വോയിസിൻ്റെ എംബ്ലം കാണിക്കണല്ലേ, അത് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ പറയുന്ന അതിൽ വരും. അപ്പോൾ പറയണതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഇത് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എത്ര ദൂരം വേണമെങ്കിൽ പോയെന്ന് പറയാം. അതായത് നമ്മുടെ റിമോട്ട് കൺട്രോൾ ഒരു ബ്ലൂടൂത്തൊക്കെ രീതിയിലുള്ളത് നമ്മുടെ റിമോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്കിപ്പൊക്കെ അടിക്കണേ സെൻറ്റർ വയ്ക്കാൻ മതി. അപ്പോൾ അങ്ങനെ സ്കിപ്പ് അടിക്കാൻ നിങ്ങൾ ചില പരസ്യമൊക്കെ വരികയാണെങ്കിൽ മാക്സിമം ഒന്ന് കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പരസ്യം കണ്ടാലും എനിക്ക് ചെറിയ രീതിയിൽ കാശൊക്കെ കിട്ടും. അങ്ങനെ കിട്ടാനും തുടങ്ങിയിട്ടില്ല കേട്ടോ, വളരെ കഷ്ടപ്പെടാണ് യൂട്യൂബിൽ നിന്ന് കാശൊക്കെ കിട്ടാൻ. നമ്മുടെ ഗൂഗിൾ പ്ലേ ഒക്കെ എടുത്ത് നമുക്ക് ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ റിമോട്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ റിമോട്ടിൽ റെഡ് ലൈറ്റ് എപ്പോൾ കത്തുന്നു അപ്പം പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് ടി വിയിൽ വരും റിമോട്ട്. നമ്മുടെ റിമോട്ട് കൺട്രോൾ അതായത് ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട്. അത് വയർലെസ് ആണ് നമ്മുടെ റിമോട്ട്. അപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ടി വിയിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ടായാലും നമ്മൾ റിമോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് അത് പിടിച്ചിട്ട് നമ്മുടെ ടി വിയിലേക്ക് കൊടുത്ത് അപ്പോൾ ടി വി കറക്റ്റായിട്ട് തന്നെ നമ്മൾ പറയണം കറക്റ്റായിട്ട് തന്നെ അടിച്ചു വരും, തെറ്റൊന്നുമില്ല. നമ്മുടെ ഒരു ഗെയിം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബീച്ച് ബഗ്ഗി എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ നമ്മളിത് ഇതാണ് നമ്മുടെ ഗെയിം. 2K റെസൊല്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫോണിലൊക്കെ എടുക്കുമ്പോൾ ഞാൻ ക്യാമറ ഇല്ല, ഫോണാണ്. കുറച്ച് പേര് ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ പോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കൽ. സാധാരണ ടി വിയിൽ വോളിയം കൂട്ടാനും കുറയ്ക്കണോ വെക്കണം ബട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വല്ല ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടിയിൽ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വല്ല ഡൗട്ടൊക്കെ എനിക്ക് അറിയണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈസി ആയിട്ടുണ്ടോ ഞാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 6ൽ നമ്മൾ 6ാമതാണ് ഫ്രണ്ട്സ്, എവറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടി വി വാങ്ങണം എന്ന് വല്ല താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല, ഇപ്പോഴേ ഇത് ടി വി ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു ടി വി തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ. അതായത് 3999 രൂപയാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമുള്ള കേബിൾ ടി വി, അതായത് നിങ്ങളുടെ കേബിൾ ടി വി ഓപ്പറേറ്റർ, അതായത് കേരള വിഷൻ്റെ കേബിൾ ടി വി ഓപ്പറേറ്റർ, നിങ്ങളുടെ അടുത്തുള്ള കേരള വിഷൻ്റെ കേബിൾ ടി വി ഓപ്പറേറ്ററായിട്ട് ബന്ധപ്പെടുക. ഈ നമ്മുടെ കേരള വിഷൻ്റെ സൈറ്റ് ഉണ്ട്, നമ്മൾ ഗൂഗിളിലൊക്കെ പോയി നേരെ ഒരു സൈറ്റിൽ കയറിയിട്ട് അപ്പോൾ അവരുടെ നമ്പർ കിട്ടും. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുക. അങ്ങനെ നമുക്ക് ഈ ടി വി കിട്ടുള്ളൂ, അല്ലാണ്ട് മാർക്കറ്റിൽ അവൈലബിൾ അല്ല, ഇതിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് 2ാം സ്ഥാനം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസിയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാം, സ്മൂത്താണ്. അപ്പോൾ ഏറ്റവും ആദ്യം കളിക്കുമ്പോൾ ഗെയിം കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഫോണിൽ കളിച്ചല്ലേ പരിചയം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് കുറേ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇതിൽ 3-4 കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെ ടാബായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ ഫോൺ എടുക്കുകയാണെങ്കിൽ എനിക്ക് മേലെ കാണാൻ പറ്റില്ല, അതാണ് ടാബ് എടുത്തത് കേട്ടോ. അപ്പോൾ ടാബിൽ നമ്മൾ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ, ടാബല്ല ഫോണിലായാലും എടുത്താൽ മതി, കുറച്ചുകൂടി കാണാൻ വേണ്ടിയാണ് ടാബ് എടുത്തത്. മുകളിൽ ഇതുപോലെ ഒരു കാസ്റ്റ്, അതായത് സ്ക്രീൻ കാസ്റ്റിന് ചിഹ്നം കാണും. അപ്പോൾ തൊട്ടാണെങ്കിൽ നേരെ നമ്മുടെ ടി വി നേരെ യൂട്യൂബിലേക്ക് മാറും കണ്ടോ. അപ്പോൾ മുകളിൽ എഴുതി കാണിച്ചു DFI ടെക് നമ്മുടെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ തൊടുകയാണെങ്കിൽ ടി വിയിൽ പ്ലേ ചെയ്യണമെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അത് പ്ലേ ആവും. എൻ്റെ മോനെ കോപ്പറേറ്റ് അടിക്കുകയാവോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 1ാമത്തെ രീതിയിൽ ഷെയർ ചെയ്യുക. 2ാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ ഈ ബട്ടൺ ഉണ്ട്, അതുമ്പോൾ ഞെക്കിക്കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നേരെ അതിലേക്ക് കാണാൻ സാധിക്കും. ഒച്ചയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കിട്ടും. പിന്നെ സാധാരണ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ മുകളിൽ ഇതുപോലെ കാസ്റ്റ് എന്ന് പറഞ്ഞ ചിഹ്നം വരും. നമ്മുടെ ആൻഡ്രോയിഡ് ടി വി അടുത്തുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ കേട്ടോ, അല്ലാത്ത ഫോണൊക്കെ ചില സമയത്തൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ടി വി ഓൺ ചെയ്തതിന് ശേഷം ഈ കാസ്റ്റ് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടാബിൽ കാണുന്ന പോലെ അതിലാവും. ഇനി ഈ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിലില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, കാസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ടാബിൽ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ ടി വിയിൽ കാണാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ നമ്മൾ PUBG ഓപ്പൺ ചെയ്തു. PUBG കോപ്പറേറ്റ് അടിക്കില്ല എന്ന് തോന്നുന്നു, കുറേ കാസ്ട്രോവുള്ള കുറേ ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ PUBG ഒക്കെ നമ്മുടെ ടാബിൽ ചെയ്യുന്ന സെയിം രീതിക്ക് തന്നെയാണ് നമ്മുടെ ടി വിയിൽ കാണുന്നത്. അതായത് ഫോണിൽ എടുക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ പോലും നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് 2K റെസൊല്യൂഷൻ നല്ല നല്ല വീഡിയോകൾ കാണിക്കുന്നുണ്ടായി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ പോയി തിരഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ല റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആ വീഡിയോ കോപ്പിറൈറ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുകയാണെങ്കിൽ അവർ കോപ്പിറൈറ്റ് എന്നാൽ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ഫോണിൽ ചെയ്യുന്ന അതേ രൂപത്തിൽ നമുക്ക് ടി വിയിലും കാണിക്കാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, നമ്മുടെ യൂട്യൂബ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഹോട്ട്സ്റ്റാർ, ക്രോം, ഗൂഗിൾ, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വാങ്ങുന്ന നല്ല ടി വിയാണ്. ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ PUBG കേട്ടോ. അപ്പോൾ ഞാൻ PUBG ആണ് ഓപ്പൺ ചെയ്ത് വെക്കുന്നത്, എൻ്റെ അക്കൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടിയിലൊരു ID കാണുമ്പോൾ എൻ്റെ PUBG ID ആണ്. ആരെങ്കിലുമൊക്കെ PUBG കളിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ID വഴി ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ മുകളിൽ ID കാണിക്കണല്ലേ, ആ ID വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗെയിം കളിച്ചാണ് ഞാൻ PUBGയുടെ. നമ്മുടെ ടി വിയിൽ എത്രത്തോളം കിട്ടുന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, ഞാൻ മര്യാദയ്ക്കൊന്നും കളിക്കാനുള്ള കാരണം നമുക്കിവിടെ ഫോൺ നോക്കണം, പിന്നെ ക്യാമറ ഫോക്കസ് ചെയ്യണം, പിന്നെ നമ്മുടെ ട്രൈപോഡ് കറക്റ്റ് ആക്കണം, പിന്നെ എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ ഞാൻ 4 ഫിംഗറാണ് കളിക്കുന്നത്, അപ്പോൾ എല്ലാം കൂടി എനിക്ക് പറ്റില്ല. ട്രൈപോഡ് നോക്കലും നമ്മുടെ എന്താണ് ഫോക്കസ് ചെയ്യലും എല്ലാം കൂടി പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും എന്നെ വെടിവെച്ച് കൊല്ലുകയാണ്. ഈ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പ്രതികാരം ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും തലമുണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. ഈ വീഡിയോ ഒന്ന് കഴിയട്ടെ, ടിവിയുടെ ഒക്കെ കഴിയട്ടെ, അപ്പം നമുക്ക് നല്ല കോൺസെൻട്രേഷനിൽ കളിക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ല ക്ലാരിറ്റിയിലും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്ന ഗെയിം നമ്മുടെ ടി വിയിൽ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു ടി വി തന്നെയാണ്, എനിക്കിഷ്ടമായി. എല്ലാത്തിലും മേളിൽ എനിക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റാണ് ഇഷ്ടമായത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ യൂട്യൂബിലത്തെ ആദ്യത്തെ കേരള വിഷൻ ടി വി അൺബോക്സിങ് നമ്മൾ ചെയ്തു. അപ്പോൾ ഈ ടി വി വാങ്ങണമെങ്കിൽ നമ്മുടെ കേരള വിഷൻ്റെ സൈറ്റിൽ പോയി അവരെ നമ്പറൊക്കെ ഉണ്ട്, അവരായിട്ട് കോൺടാക്ട് ചെയ്യില്ലേ, നിങ്ങളുടെ അടുത്തുള്ള കേരള വിഷൻ ഓപ്പറേറ്ററായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുക ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള പുതിയ വീഡിയോകൾ വരാൻ വേണ്ടി ഡിഫൈഡക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുക. പിന്നെ കമൻറ്റൊക്കെ താഴെ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയിൽ നാരായണൻ സൈനിങ് ഔട്ട്.